നമുക്കിന്നൊരു മിക്സി ക്ലീനിങ്ങും അതിൻ്റെ ജാറിൻ്റെ മൂർച്ച കൂട്ടുന്ന കുറച്ച് ടിപ്പുകളായാലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതുപോലെ നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പൊടിയുപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി, കല്ലുപ്പാണ് കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെ ഒന്ന് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ച പെട്ടെന്ന് തന്നെ കൂടിക്കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ച് മാറ്റി വെച്ചാൽ മതി. ഇനി വേറൊരു മെത്തേഡുണ്ട്. ഇതുപോലെ അലുമിനിയം ഫോയിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒന്ന് പീസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചുരുട്ടി ഇതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കണം. കീറിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താലും നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ടിപ്പാട്ടോ. ഒന്ന് കല്ലുപ്പ് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ച നമുക്ക് കൂട്ടി സൂക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ എളുപ്പമായിട്ടുള്ളത് ചിലപ്പോൾ ഉപ്പായിരിക്കും. അപ്പോൾ അത് ട്രൈ. അടുത്തതായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ ചിലപ്പം സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറയാം. അതിനായിട്ട് നമ്മുടെ നാരങ്ങയുടെ തോലൊന്ന് ചേർത്ത് കൊടുക്കണം. അല്ല നമുക്ക് പിഴിഞ്ഞതിൻ്റെ ബാക്കി നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിനുള്ളിലുള്ള സ്മെല്ലെല്ലാം, അതായത് ഫൗൾ സ്മെൽ ഉള്ളതെല്ലാം മാറി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. നാരങ്ങ അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ സ്കിന്നാണെങ്കിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ എന്ത് മണമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും. അടുത്തതായിട്ട് നമ്മുടെ മിക്സിയുടെ ബാക്ക് പോർഷൻ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്ത് വെച്ചാൽ ഇവിടെ കുറച്ച് എണ്ണമയം അല്ലെ അഴുക്കൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അത് പോകാനായിട്ട് ഇങ്ങനെ ചെയ്യൂ. കുറച്ച് ഉപ്പെടുക്കുക. ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ കല്ലുപ്പോ എന്തായാലും മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പേസ്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് അലുമിനിയം ഫോയിലും കൂടെ ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കൂട്ടിയില്ലേ, അപ്പം അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാനും നല്ലതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പേസ്റ്റാണ്. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ഈ പോർഷനിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കണം. നല്ലപോലെ നമുക്ക് ഇതിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും പേസ്റ്റും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, ഉപ്പിന് പകരം. അങ്ങനെയും ചെയ്യാം കേട്ടോ. എല്ലായിടും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയുള്ള എണ്ണമയവും അഴുക്കും എല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്ത് വെച്ചാലും ചില സമയങ്ങളിൽ ഈ പോർഷനിലൊക്കെ ഒരു എണ്ണ മെഴുക്ക് പോലെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് എടുക്കുകയും ചെയ്യാമല്ലോ. ഇപ്പം ഞാനിതെല്ലാം കഴുകി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പോർഷനിലെ എല്ലാ എണ്ണ മെഴുക്കും ഒക്കെ പോയിട്ടുണ്ടേ. നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ചെയ്ത് വെക്കണം എന്നില്ല. മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ മിക്സി ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടാനും ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനും ഒക്കെയുള്ള അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.